നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് PJ കുര്യൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ സന്ദർശിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ആണെന്ന് വ്യക്തമാവുകയാണ്. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ പറ്റിയ നേതാക്കൾ കേരളത്തിൽ നന്നേ കുറവാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ബോധ്യമായതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ചിരകാല സുഹൃത്തായ PJ കുര്യനെ പെരുന്നയിലേക്ക് ഹൈക്കമാൻഡ് നിയോഗിച്ചതെന്നറിയുന്നു. KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് PJ കുര്യൻ G സുകുമാരൻ നായരെ കണ്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NSSനെ എന്ത് വില കൊടുത്തും അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം അനാവശ്യമായി വഷളാക്കിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഉണ്ട് താനും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാം. AK ആന്റണി ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ അശ്രദ്ധയിൽ അല്ലെങ്കിൽ ചെറിയ പടലപ്പിണക്കങ്ങളിൽ, സൗന്ദര്യപ്പിണക്കങ്ങളിൽ ഭരണം നഷ്ടപ്പെടരുത് എന്നൊരു ആഗ്രഹം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ കുടുങ്ങി താൻ പൊരുമയും ഈഗോയും അഹങ്കാരവും മുൻനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്. G സുകുമാരൻ നായരുടെ ഇടതുമുന്നണി പിണറായി അനുകൂല പ്രസ്താവന CPMന് പുതുജീവൻ നൽകിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയം സംസ്ഥാന നേതൃത്വം വഷളാക്കി കോൺഗ്രസിനും UDFനും കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ മേൽക്കൈ അവസാനിപ്പിച്ചു കളഞ്ഞു എന്നുള്ളൊരു പരാതിയും ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ ഉണ്ട്. ഇക്കാര്യവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് അറിയിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്തതിനേക്കാൾ അബദ്ധത്തിലാണ് NSS വിഷയം ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുന്നതത്രേ. വളരെ സുഖകരമായി തന്ത്രപൂർവം NSS ജനറൽ സെക്രട്ടറിയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന VD സതീശൻ്റെയും കൂട്ടരുടെയും നിലപാട് കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് PJ കുര്യനോട് ഉടൻ തന്നെ പെരുന്നയിലെത്തി NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. കാരണം നായർ വിഭാഗത്തിൻ്റെ വോട്ടുകൾ UDFനും കോൺഗ്രസിനും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ പല സീറ്റുകളും, പ്രത്യേകിച്ച് മധ്യതെക്കൻ കേരളത്തിലെ പല സീറ്റുകളും കോൺഗ്രസിനും UDFനും നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയുമുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് പോലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ലീഗ് നേതൃത്വം നേരിട്ട് NSSനെ അനുനയിപ്പിക്കാൻ ഇറങ്ങുമെന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യം വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായരുമായി വ്യക്തിബന്ധമുള്ള PJ കുര്യനെ പെരുന്നയിലേക്ക് നിയോഗിച്ചതും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതും. അരമണിക്കൂറോളം സുകുമാരൻ നായരെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയ PJ കുര്യൻ പറയുന്നത് NSS സമദൂര സിദ്ധാന്തം എന്നുള്ള തങ്ങളുടെ പഴയ നയത്തിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. ഇത്തരം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിനില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പഴയ പടക്കുതിരകളെ ഇതിനായി നിയോഗിക്കുന്നത്.